ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് അപരിത്യാജ്യമായി തീർന്ന ഒരു കർമ്മപരിപാടിയാണ് അധകൃത വർഗോദ്ധാരണം. ഈ വാചകത്തിൻ്റെ അർത്ഥം ഭാരതീയർ പണ്ട് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ഭാരതീയർ കഠിനമായി പോരാടി. എന്നാൽ സ്വന്തം ദേശത്ത് തന്നെ പലതരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഭിന്നിപ്പിൻ്റെ ഒരു പ്രധാന കാരണം അന്നത്തെ ജാതി വ്യവസ്ഥയായിരുന്നു. ജാതി വ്യവസ്ഥ മൂലം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അടങ്ങുന്ന ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിരയിലേക്ക് അധകൃതർ പോകാൻ മടിച്ചു. എന്നാൽ അധകൃതരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുന്നേറ്റം സാധ്യമല്ല എന്ന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും അടക്കമുള്ള സാമൂഹ്യ നേതാക്കന്മാർ കണ്ടു. ഗാന്ധിജി അന്നത്തെ തൻ്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അജണ്ടയിൽ അധകൃതരുടെ ഉദ്ധാരണം കൂടി എഴുതി ചേർക്കേണ്ടതുണ്ട് എന്ന്. ഒരു നാട്ടിലെ മൊത്തം ജനതയും ഒന്നിച്ചു നിന്നാൽ മാത്രമേ സ്വാതന്ത്ര്യം നേടാനാകൂ. അതിനാൽ അധകൃതരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവരും മനുഷ്യരാണ്. നാം എല്ലാം ഒരേ ഈശ്വരൻ്റെ മക്കളാണ്. മനുഷ്യർക്ക് ഒരു ജാതിയേ ഉള്ളൂ. നിരവധി ജാതികളില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന്. ഇങ്ങനെ പല പ്രമാണങ്ങളിലൂടെ, സിദ്ധാന്തങ്ങളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ, സംസാരത്തിലൂടെ ശ്രീനാരായണ ഗുരു അന്നത്തെ മലയാളികളെ ഇതെല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. റാം മോഹൻ റായ്, സ്വാമി ദയാനന്ദ സരസ്വതി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ കർമ്മയോഗികൾ ജീവിച്ചതും പ്രവർത്തിച്ചതും ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. ശ്രീനാരായണ ഗുരുവും ഈ മാർഗം തന്നെയാണ് പ്രധാനമായി അവലംബിച്ചത്. യോഗിയും അദ്വൈതിയും ആയിരുന്ന ഈ മഹാപുരുഷൻ പല യതി വര്യരും ചെയ്യാറുള്ളതുപോലെ സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കി പ്രവൃത്തി രംഗത്ത് നിന്ന് നിവൃത്തനായില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി, ശ്രീ രാജാറാം മോഹൻ റോയ്, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരെല്ലാം അധകൃതരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുവും എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ഒരു സന്യാസമാർഗത്തിലേക്ക് ചെന്നത്. അദ്ദേഹം യോഗിയും അദ്വൈതിയും ആയിരുന്നു എന്നാണ് പറയുന്നത്. യോഗി എന്ന വാക്കിൻ്റെ അർത്ഥം യോഗമാർഗത്തിൽ ചരിക്കുന്നവൻ, യോഗാഭ്യാസം ചെയ്യുന്നവൻ, യോഗ ചെയ്ത് മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കിയവൻ എന്നും, അദ്വൈതി എന്ന വാക്കിൻ്റെ അർത്ഥം അദ്വൈതത്തെ അറിയുന്നവൻ. ദ്വൈതം എന്നാൽ രണ്ട് എന്നാണ് അർത്ഥം. അദ്വൈതം എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന്, ഞാനും ഭവാനും ഒന്ന്, അല്ലെങ്കിൽ ഞാനും ഈശ്വരനും ഒന്ന്. അതാണ് അദ്വൈതം. ദ്വൈതം ഞാനും ഈശ്വരനും വേറെയല്ല, ഞാനും ഈശ്വരനും വേറെയാണ് എന്ന് ചിന്തിക്കുന്നതാണ് ദ്വൈതം. എന്നാൽ അദ്വൈതം എന്നതിൻ്റെ അർത്ഥം ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ്. അതായത് മതങ്ങളിലൂടെ ഇനി മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കേണ്ട, ദൈവം തന്നിൽ തന്നെയുണ്ട്. ഇതാണ് ശ്രീനാരായണ ഗുരു സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ദൈവം തന്നിൽ തന്നെയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, പാവങ്ങളുടെ കണ്ണീരൊപ്പുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും. അല്ലാതെ ഒരാളെ ഉച്ചനീചത്വങ്ങളുടെ പേരിൽ മാറ്റി നിർത്തുക, അതല്ല സാഹോദര്യം, അതല്ല ദൈവത്തിന് പ്രീതികരമായ കാര്യം. ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് പല മതങ്ങളുടെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മിൽ തന്നെയുണ്ട്. ഞാനും ദൈവവും ഒന്നാണ്, അദ്വൈതമാണ്. ഞാനും ഈശ്വരനും ഒന്നാണ്. ഈശ്വരൻ എന്നിൽ തന്നെയുണ്ട്. ഈശ്വരന് ഇഷ്ടമുള്ളത് എന്താണെന്ന് എൻ്റെ മനസാക്ഷിക്കറിയാം. അങ്ങനെ പ്രവർത്തിച്ചാൽ മതി. ഇതാണ് അദ്ദേഹം യോഗിയും അദ്വൈതിയും ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ മഹാപുരുഷൻ പല യതിവര്യന്മാരും ചെയ്യാറുള്ളതുപോലെ
സ്വമോക്ഷത്തെ ലക്ഷ്യമാക്കി പ്രവൃത്തി രംഗത്ത് നിന്ന് നിവൃത്തനായില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരു സന്യാസിയായി മാറിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഉന്നമനത്തിനു വേണ്ടി, തൻ്റെ സ്വകാര്യ ലാഭത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ളത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭാരതീയ വേദാന്തത്തിൻ്റെ പരമലക്ഷ്യമായ മോക്ഷം വ്യക്തിയെ എത്രമാത്രം സംബന്ധിക്കുന്ന ഉദാത്തീകൃതമായ ഒരുതരം സ്വാർത്ഥത തന്നെയാകുന്നു. തപശക്തി സംഭരിച്ച എത്രയോ സന്യാസിമാരുടെ കർമ്മശക്തി ഈ സ്വാർത്ഥത മൂലം സമൂഹത്തിന് പ്രയോജനമാകാതെ പോയിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവാകട്ടെ തപശ്ചര്യ കൊണ്ട് വികസിച്ച സ്വകീയമായ വ്യക്തിമഹത്വത്തെ സമൂഹ ഉന്നമനത്തിനായി വിനിയോഗിച്ചു. തൻ്റെ യോഗശക്തിയെയും ജ്ഞാനശക്തിയെയും അദ്ദേഹം ആധ്യാത്മിക മണ്ഡലത്തിൽ അടച്ചുപൂട്ടി സൂക്ഷിക്കാതെ ലൗകിക തലത്തിലേക്കും പ്രസരിപ്പിച്ചു. ബഹുലക്ഷം ജനങ്ങളുടെ അന്ധകാര ജീവിതത്തെ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യബോധം ഉള്ളവരാക്കി. നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു. ജാതിപിശാചിനെ ഉച്ചാടനം ചെയ്തു. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥൻ എന്നും ഈ ഋഷിവര്യനെന്ന് വിശേഷിപ്പിക്കാം. ജ്ഞാനസിദ്ധനും അതേസമയം കർമ്മസിദ്ധനുമായിരുന്നു അദ്ദേഹം. കർമ്മജ്ഞാനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രായോഗിക വേദാന്തത്തിനാണ് ഗുരു പ്രാധാന്യം കൽപ്പിച്ചത്. ശ്രീനാരായണ ഗുരു ജ്ഞാനസിദ്ധനും കർമ്മസിദ്ധനുമാണ് എന്ന് പറയുന്നു. ജ്ഞാനം കൊണ്ട് അദ്ദേഹത്തെ ജയിക്കാൻ എളുപ്പമല്ല. അതേസമയം അദ്ദേഹം പ്രവൃത്തിയും ചെയ്യുമായിരുന്നു. പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തെ ജയിക്കാനും വയ്യ. അദ്ദേഹം നിരന്തരമായി പ്രവൃത്തി ചെയ്തുകൊണ്ട് തൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു ആചാര്യനാണ്. ഹിന്ദു മതത്തിലെ താഴ്ന്ന വർഗക്കാരുടെ അധപതനത്തിന് കാരണം, അല്ലെങ്കിൽ മറ്റു ഉയർന്ന ജാതിക്കാർ അവരെ അധകൃതരായി കാണുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ വൃത്തിയില്ലായ്മയാണ് എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. അധകൃതർ നൂറ്റാണ്ടുകളായിട്ട് ചവിട്ടി മെതിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ശ്രീനാരായണ ഗുരുവാണ് ആ ജാതിപിശാചിനെ കേരളത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്തത്. ഇങ്ങനെ അദ്ദേഹം ചെയ്തത് അരുവിപ്പുറത്തുള്ള തൻ്റെ ശിവലിംഗ പ്രതിഷ്ഠ വഴിയാണ്. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അദ്ദേഹം അരുവിപ്പുറത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഇത് കണ്ട ബ്രാഹ്മണരായ ജാതിക്കോമരങ്ങൾ കലിതുള്ളി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ഥാപിച്ചത് ഈഴവ ശിവനെയാണ്, നിങ്ങൾ ബ്രാഹ്മണരുടെ ശിവനെ പൂജിച്ചോളൂ. പിന്നീട് ജാതിക്കോമരങ്ങൾക്ക് പറയാൻ ഒന്നുമുണ്ടായിരുന്നില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും സംഗ്രഹിക്കാവുന്ന ഏതാനും ചില കാര്യങ്ങൾ. ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമുന്നതമായ ഉയർച്ച മുന്നിൽ കണ്ടിരുന്ന വ്യക്തിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ശരിയായ കരുത്ത് ലഭിക്കണമെങ്കിൽ അതിൽ അധകൃതർ കൂടി പങ്കെടുക്കണം എന്ന് ശ്രീനാരായണ ഗുരു കണ്ടു. പ്രപഞ്ചത്തിൻ്റെ മിഥ്യത്വത്തിൽ ഭ്രമിച്ച് കർമ്മവിമുഖരായി അലസജീവിതം നയിക്കുന്ന ഇന്ത്യൻ സന്യാസിമാർക്ക് ശ്രീനാരായണൻ്റെ സേവന സമർപ്പിതമായ ജീവിതം മഹത്തായൊരു മാതൃകയാകേണ്ടതാണ്. ഈ വാചകത്തിലൂടെ പറയുന്നത് കേരളത്തിൽ ധാരാളം സന്യാസിമാർ ശ്രീനാരായണ ഗുരുവിന് മുൻപും ശേഷവും ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ പലരും സുഖലോലുപതയിൽ അലസജീവിതം നയിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായിരുന്നു ശ്രീനാരായണ ഗുരു. തൻ്റെ ജീവിതകാലത്ത് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം SNDP എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതും ഈഴവരുടെ പഠനത്തിൽ അദ്ദേഹം മുൻകൈയെടുത്തതും എല്ലാം. മതത്തെയും ദൈവത്തെയും അദ്വൈത ദൃഷ്ട്യ ഏകത്വത്തിൽ വിലയിപ്പിച്ച തത്വദർശി, സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോന്ന മൂഢ ആചാര പാരമ്പര്യത്തെയും അന്ധവിശ്വാസങ്ങളെയും ധീരതയോടെ ധ്വംസിച്ച് സാമൂഹിക ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഉൽപ്പത്തിഷ്ണു. ഈ വാചകത്തിൻ്റെ അർത്ഥം അദ്ദേഹം കേരളീയരുടെ ധാരാളം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും അന്ധവിശ്വാസത്തിലേക്ക്
ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം അവരുടെ കുടുംബത്ത് കയറി ചെന്ന്, നമുക്ക് ഈ പരിപാടി ഇനി തുടരണമോ? ഉദാഹരണത്തിന് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നടത്താറുള്ള തിരണ്ട് കല്യാണവും കെട്ടുകല്യാണവും അദ്ദേഹം നിർത്തലാക്കി. ഇങ്ങനെയുള്ള പല ആചാരങ്ങളെയും അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ഓരോ ഭവനങ്ങളിലും കയറി ചെന്ന് ഇതെല്ലാം നമുക്ക് ഇനി നിർത്തിക്കൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ മലയാളിയെ അന്ധവിശ്വാസത്തിൻ്റെ പിടിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതര മതാചാര്യന്മാരെ പോലെ ആധ്യാത്മികതയെയും ഭൗതികത്വത്തെയും വേർതിരിച്ചു നിർത്തി രണ്ടാമത്തതിനെ തുച്ഛീകരിച്ചു കാണിപ്പാൻ അദ്ദേഹം ഒരിക്കലും മുതിർന്നിട്ടില്ല. രണ്ടും ജീവിതത്തിൻ്റെ അവിഭക്ത ഘടകങ്ങളും സമപ്രധാനങ്ങളുമാണെന്ന തത്വമാണ് ഗുരു ദർശിച്ചിരുന്നത്. മാത്രമല്ല, മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യ നന്മയ്ക്കാണല്ലോ പ്രാധാന്യം. ആ നന്മയ്ക്ക് മതം അത്യാവശ്യം അല്ലെന്ന ധ്വനി കൂടി അതിലുണ്ട്. മറ്റു മതപ്രചാരകന്മാർ അവനവൻ്റെ മതമാകുന്ന പുഴയുടെ ആഴവും നീളവും അളന്നു കാണിച്ച് പ്രചാരണ പെരുമ്പറ മുഴക്കിയപ്പോൾ ശ്രീനാരായണ ഗുരു ഹിന്ദുമതത്തെപ്പറ്റി ഒരക്ഷരവും പറയാതെ എല്ലാ മതനദികളും ചെന്നു ചേരുന്ന മഹാസമുദ്രത്തെപ്പറ്റിയാണ് സംസാരിച്ചത് എന്ന സംഗതി ഏറ്റവും അർത്ഥവത്താകുന്നു. വാസ്തവത്തിൽ മതത്തിന് അതീതനായ ഒരു തത്വജ്ഞാനിയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചാരകൻ ആയിട്ടല്ല ശ്രീനാരായണ ഗുരു ശോഭിച്ചിരുന്നത്. അദ്ദേഹം മറ്റ് മതാചാര്യന്മാരെ പോലെ ആധ്യാത്മിക ജീവിതം മാത്രം നല്ലത് എന്നും ഭൗതിക ജീവിതം തരം താഴ്ന്നത് എന്നും ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹം രണ്ട് ജീവിതത്തെയും സമപ്രധാനമായിട്ടാണ് കണ്ടിരുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഇങ്ങനെയുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹം എല്ലാ കാലത്തും പ്രചരിപ്പിച്ചിരുന്നത്. ഏത് രാജ്യത്തും വിലപ്പോകുന്നതും ഏത് സമുദായത്തിൻ്റെയും സാംസ്കാരിക വികസനത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതുമായ ഒരു വിശിഷ്ട ആശയമാണിത്. മനുഷ്യരാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. എല്ലാ മനുഷ്യനും ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾ ബാധകമല്ല. ഭൂമുഖത്തെ വ്യക്തമാക്കുന്ന സമസ്ത ജാതി മത വർഗഭേദങ്ങളും അസ്തമിച്ച് കേവലമായ മനുഷ്യത്വത്തിൻ്റെ സർവാശ്ലേഷിയായ മനോഹര രൂപം ആ സന്ദേശത്തിൽ പൊന്തിവരുന്നു. ഭേദങ്ങൾ അസ്തമിച്ചാൽ സാധാരണ അർത്ഥത്തിൽ നിലവിലുള്ള മതങ്ങളെല്ലാം ഇല്ലാതാകുമല്ലോ. അപ്പോൾ പിന്നെ ജാതികൾക്കും ബഹുവിധ ദൈവങ്ങൾക്കും നിൽക്കക്കള്ളി ഉണ്ടാവുകയില്ല. ഇതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യനും ഒരു ജാതിയാണ്, എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ആഢ്യനെന്നോ തരം താഴ്ന്നവനെന്നോ വ്യത്യാസമില്ല. എല്ലാ മനുഷ്യർക്കും ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം. അവിടെ വേർതിരിവ്, ജാതി വ്യവസ്ഥ, അയിത്തം ഇതൊന്നും ബാധകമല്ല. ഏകലോകം എന്ന ആശയത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഏകലോകം, എല്ലാ മനുഷ്യർക്കുമുള്ള ലോകം ഒന്നാണ്. ഒരു ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്. നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. ഇങ്ങനെയുള്ള ഏക ലോകം എന്ന ആശയത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ. ഒരു പ്രത്യേക മതത്തെ ആസ്പദമാക്കി ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും അവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ അല്ലെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. ക്ഷേത്രങ്ങൾ ആവശ്യമില്ല. തൽസ്ഥാനത്ത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങൾ ആണ് വേണ്ടതെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഗുരു ഒടുവിൽ നടത്തിയ കണ്ണാടി പ്രതിഷ്ഠ മനുഷ്യൻ്റെ ധ്യാന ലക്ഷ്യം മനുഷ്യൻ തന്നെയായിരിക്കണമെന്നും അവൻ്റെ അന്തഃശക്തിയുടെ വികാസമാണ് ആവശ്യമെന്നും ഉള്ള വസ്തുതയല്ലേ അത് വെളിപ്പെടുത്തുന്നത്. ശ്രീനാരായണ ഗുരു തൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈഴവരെ ഉദ്ധരിക്കാൻ വേണ്ടി ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ കൂടി വേണ്ടിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ബ്രാഹ്മണർക്ക് ശിവൻ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളുള്ളപ്പോൾ ഈഴവരും ശിവനെ തൊഴട്ടെ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ബ്രാഹ്മണരെ വെല്ലുവിളിച്ചിട്ടാണ് അദ്ദേഹം അന്ന് ശിവലിംഗ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തിന് മാറ്റം വന്നു. അദ്ദേഹം ഇനി നമുക്ക് തൊഴിൽശാലകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആണ് വേണ്ടത്, ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും നിർമ്മലമായ ക്ഷേത്രം, പരിശുദ്ധമായ ക്ഷേത്രം. മനുഷ്യൻ്റെ ധ്യാനം മനുഷ്യനെ തന്നെ ലക്ഷ്യമാക്കിയിട്ടാകണം എന്നും അവൻ്റെ മനസ്സിൻ്റെ വികാസമാണ് ആവശ്യം എന്നും അദ്ദേഹം കണ്ടു. ഒടുവിൽ നടത്തിയതെല്ലാം അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠകളാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം ഛായയാണ് കാണുന്നത്. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളിലും സർവചരാചരങ്ങളിലും തന്നെ കാണാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ എത്രയോ നല്ലവനായിത്തീരും. സാർവലൗകികത്വം ആണ് ശ്രീനാരായണ ഉപദേശങ്ങളുടെ ഒരു പ്രത്യേകത. യാതൊരു സംശയം കൂടാതെ ആർക്കും മനസ്സിലാകാൻ തക്കവണ്ണം ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം അവ എഴുതിയിരിക്കുന്നത്. അതേസമയം അവയ്ക്ക് അർത്ഥഗാംഭീര്യവും ഉണ്ട്. താൻ പറയുന്നത് പഠിപ്പില്ലാത്ത ജനങ്ങളുടെ ഉള്ളിലും കുറിക്കൊള്ളണം എന്ന് ഗുരു കരുതിയിരുന്നു. സ്വതേ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരൻ അല്ലെങ്കിലും തൻ്റെ കേൾവിക്കാർക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്ന് തോന്നിയാൽ അദ്ദേഹം ഉടനെ അത് സംശയ നിവൃത്തി വരുത്തി കൊടുക്കും. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ. അല്പഭാഷണം കൊണ്ട് ശ്രോതാക്കൾക്ക് സംശയനിവൃത്തി വരുത്താൻ അദ്ദേഹം അതിവിദഗ്ധനായിരുന്നു. ചിലപ്പോൾ ചില ഉദാഹരണങ്ങളിൽ കൂടി അവ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പട്ടി വേറൊരു പട്ടിയെ കണ്ടാൽ അത് അതിൻ്റെ വർഗമാണല്ലോ എന്ന് മനസ്സിലാക്കും. എല്ലാ മൃഗങ്ങൾക്കും ഈ തിരിച്ചറിവിനുള്ള ശക്തിയുണ്ട്. പക്ഷേ മനുഷ്യനില്ല. കാരണം മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ഇതൊരു മനുഷ്യനാണല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. പകരം അയാളുടെ ജാതി എന്ത്, മതമെന്ത് എന്നാണ് ചിന്തിക്കുന്നത്. വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ജീവിതശുദ്ധി, അധകൃതർക്ക് വിദ്യാഭ്യാസം ഉണ്ടായെങ്കിലേ അവർ പല കാര്യങ്ങളിലും മുന്നോട്ട് വരൂ. വ്യവസായം ചെയ്താലേ അവർക്ക് പണപരമായ അഭിവൃദ്ധി ഉണ്ടാകൂ. സംഘടനയിലൂടെ മാത്രമേ ശക്തരാകാൻ സാധിക്കൂ. ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിനൊരു സംഘടന ആവശ്യമാണ്. ഈഴവർക്ക് അവർ ആഗ്രഹിക്കുന്ന ജീവിത പരിഷ്കാരങ്ങൾ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും ഒരു സംഘടനയുടെ ആവശ്യമുണ്ട്. ജീവിതശുദ്ധി, ശുദ്ധമായ ജീവിതമാണ് എല്ലാ നന്മകളും നമുക്ക് കൊണ്ടുവന്നു തരുന്നത്. ഇതൊക്കെയാണ് അധസ്ഥിത സമുദായങ്ങൾക്ക് വേണ്ടതെന്ന് ഗുരു കൂടെ പറയുന്നു. ഇങ്ങനെ പല പ്രകാരത്തിലുള്ള ആദർശശാലിതയും പ്രായോഗിക ബുദ്ധിയും ഇണങ്ങിച്ചേർന്നിരുന്ന ഒരു യുഗാചാര്യനായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹം കേരളത്തിലെ ജാതിക്കോമരങ്ങളെ അവിടെ നിന്ന് തുരത്തി. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രാതസ്മരണീയനാകുന്നു. നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ നാം ഓർക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം നാം ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്നു.